നോക്കൂ, പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ തന്നെ അറിയാമായിരുന്നു കാശിയും മധുരയും സംബന്ധിച്ചും നിർണായകമായ കോടതി ഇടപെടലുകൾ വരാൻ പോകുന്ന മാസമാണിത് എന്ന്. ഇപ്പോൾ കോടതി ഇടപെടൽ ഗ്യാൻവാപിയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. അവിടെ ഒരു ക്ഷേത്രാരാധനയ്ക്ക് ജില്ലാ കോടതി അനുമതി നൽകുന്നു എന്നുള്ളത് എത്ര കണ്ട് പ്രധാനപ്പെട്ടതാണ്. അയോധ്യയുടെ തനിയാവർത്തനം സംഭവിക്കാൻ പോകുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണോ അയോധ്യയിലെ മുസ്ലിം ആരാധനാലയം തകർത്ത് അവിടെ ഒരു മഹാക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്, അതേ പാറ്റേണിൽ തന്നെ ഇനിയുള്ള കാര്യങ്ങൾ മധുരയും ഉൾപ്പെടെയുള്ള മധുരയും കാശിയിലും ഒക്കെ അത് സംഭവിക്കാൻ പോവുകയാണ്. എത്ര നിർലജ്ജം ആണ് മറ്റൊരു പള്ളി കണ്ടെത്തി അവിടെ ഹൈന്ദവ ആരാധന നടത്തുന്നതിനുള്ള അനുവാദം ഒരു കോടതിയിൽ നിന്ന് സമ്പാദിച്ചിരിക്കുന്നത്. അതൊക്കെ തന്നെയാണ് നമ്മൾ അയോധ്യയിലും കണ്ടത്. ഇനി അത് ഹൈക്കോടതി, സുപ്രീം കോടതി, കേന്ദ്ര ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ സുഗമമാണ്. ഇത് അങ്ങേയറ്റം ലജ്ജാകരമായ ഒരു പരിപാടിയാണ് എന്നതിനപ്പുറം നമ്മുടെ ഈ മതനിരപേക്ഷത എന്ന വാക്ക് മാത്രം പറഞ്ഞാൽ പോരാ, അന്തസ്സോടെയുള്ള ഒരു ഭാരതീയൻ്റെ ജീവിതം, അതിനെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത്, ചോദ്യം ചെയ്യുന്നത്. ശാന്തമായ അന്തരീക്ഷത്തെ കലുഷിതമാക്കുക. ഇപ്പോൾ 1992 ഡിസംബർ 6 ശേഷം എല്ലാ ഡിസംബർ 6 നമ്മെ ഭയപ്പെടുത്തിയിരുന്നു. അതൊക്കെ ഒന്ന് ശാന്തമായി വന്നിരിക്കുന്ന അവസ്ഥയാണിത്. വിട്ടുവീഴ്ചയ്ക്ക് ഒരു വലിയ വിഭാഗം ജനത തയ്യാറായതുകൊണ്ടാണ് അത് സംഭവിച്ചത്. പക്ഷേ അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഞങ്ങൾ ശാന്തരായിരിക്കാൻ തയ്യാറല്ല. ഇനിയും നിരവധിയായ നിരവധിയായ മുസ്ലിം ആരാധനാലയങ്ങൾ, മസ്ജിദുകൾക്ക് ശേഷം ക്രൈസ്തവ ദേവാലയങ്ങൾ, അങ്ങനെ ഒരു വലിയ പട്ടിക അവരുടെ കയ്യിലുണ്ടാകും. ആ പട്ടികയ്ക്ക് അനുസൃതമായി എല്ലാറ്റിനും ജുഡീഷ്യറിയുടെയും എക്സിക്യൂട്ടീവിൻ്റെയും പിന്തുണയോടുകൂടി നടപ്പാക്കാൻ ശ്രമിച്ചാൽ അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വലിയ തോതിലുള്ള ആപത്തിന് കാരണമായി തീരും. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, 1991 ദ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് ഉണ്ട്. എങ്ങനെയാണോ 1947 ഓഗസ്റ്റ് മാസം 15 ആരാധനാലയങ്ങൾ ഉണ്ടായിരുന്നത്, അതേ രൂപത്തിലായിരിക്കണം അതിൽ മറ്റു മതവിഭാഗക്കാരുടെ ആരാധനാലയങ്ങൾ പരിവർത്തനപ്പെടുത്താനുള്ള അവകാശം ഉണ്ടാവില്ല എന്നതായിരുന്നു ആ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അത് നിലവിലിരിക്കെ, അത് ബാബറി മസ്ജിദിന് മാത്രമാണ് ഒരു എക്സെപ്ഷൻ ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ കാശിയും ഇനി വരാൻ പോകുന്ന മധുരയും എല്ലാം നമ്മുടെ മുന്നിൽ, ജുഡീഷ്യറിയുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ 91 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് നിലവിലിരിക്കെ ഇത്തരത്തിലൊരു ജുഡീഷ്യൽ പ്രോസസ്സിലേക്ക് കടക്കാനുള്ള ധൈര്യം എങ്ങനെയാണ് ഉണ്ടായത്? അല്ല, ആ ധൈര്യം ഉള്ള ഒരു പാർട്ടിയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. നമ്മളിപ്പോൾ കാശ്മീർ വിഷയമെടുക്കുക. അനുച്ഛേദം 370 സൂക്ഷ്മമായി വായിക്കുന്ന ഏതൊരു ഭരണഘടനാ വിദ്യാർത്ഥിക്കും അല്ലെങ്കിൽ അഭിഭാഷകനും പറയാൻ കഴിയും, അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല, കാശ്മീരിൻ്റെ പ്രത്യേക പദവി നീക്കം ചെയ്യാൻ കഴിയില്ല. പക്ഷേ എത്ര വിദഗ്ധമായി അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഏത് വിഷയം വന്നാലും അവർക്കത് ചെയ്യാൻ കഴിയും. ഇപ്പോൾ 1991 പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമമാണല്ലോ നമ്മുടെ മുന്നിലുള്ളത്, പ്ലേസസ് ഓഫ് വർഷിപ്പ്. 1947 ഓഗസ്റ്റ് 15 എவ்விധമായിരുന്നുവോ ആ രീതിയിൽ തുടരണം. അതിൽ നിന്ന് അയോധ്യ ഒഴിവാക്കിയത് തന്നെ ഒരു തെറ്റ്. അതിനെ തുടർന്ന് എല്ലാവരെയും ഇനിയും ഒഴിവാക്കാൻ കഴിയും. അയോധ്യയ്ക്ക് പിന്നാലെ എവിടെ വേണമെങ്കിലും ആ നിയമത്തിൽ നിന്ന് ഏത് സ്ഥാപനവും സ്ഥലവും വേണമെങ്കിലും ഒഴിവാക്കാൻ കഴിയും. അങ്ങനെയാണ് ഒരു പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തെ നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ ഒരു യുക്തിസഹമല്ലാത്ത നിലപാടുകളുമായി ഒരു പാർട്ടി മുന്നോട്ട് വരുന്നു. അവർ ആഗ്രഹിക്കുന്നത് നടത്തിയെടുക്കാൻ അവർക്ക് കഴിയുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഇതര ജനവിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ നിതാന്തമായ ആശങ്കയിലും ഭയപ്പാടിലും കഴിയേണ്ടതായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. You are watching Reporter Evening Show.